ദീബോൻ എന്ന വാക്കിൻ്റെ അർത്ഥം മ്ലാനത എന്നാണ്. ദീബോനെക്കുറിച്ച് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് യഹൂദയിലെ ഒരു പട്ടണമാണ്. പ്രവാസത്തിന് ശേഷം യഹൂദന്മാർ ഇവിടെ കുടിപാർത്തു. നെഹമ്യാവ് 11-ാം അധ്യായം 25-ാമത്തെ വാക്യം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് മോവാബിലെ ദീബോനെക്കുറിച്ചാണ്. അർണോൻ നദിക്ക് 6 കിലോമീറ്റർ വടക്കും ചാവുകടലിന് കിഴക്കുമായി കിടക്കുന്നു. ഇന്നത്തെ പേര് ദീബാൻ എന്നാണ്. ദീബോൻ മോവാബിൻ്റെ അവകാശമാണ്. എന്നാൽ അമോര്യ രാജാവായ സീഹോൻ അത് പിടിച്ചെടുത്തു. സംഖ്യാപുസ്തകം 21:26. അനന്തരം ഇസ്രായേല്യർ ദീബോൻ കീഴടക്കി. സംഖ്യാപുസ്തകം 21:30. രൂബേന്യർക്കും ഗാദ്യർക്കും നൽകി. സംഖ്യാപുസ്തകം 32:2-3 വാക്യങ്ങൾ. ഗാദ്യർ ദീബോൻ പണിതുറപ്പിച്ചു. സംഖ്യ 32:34. അതിന് ദീബോൻ ഗാദ് എന്ന് പേരിട്ടു. സംഖ്യ 33:45. യോശുവ 13:15-17 ദീബോൻ രൂബേന് നൽകിയതായി കാണുന്നുണ്ട്. ഇസ്രായേൽ ജനം മരുഭൂമി യാത്രയിൽ ദീബോൻ ഗാദിൽ പാളയമിറങ്ങി. സംഖ്യ 33:45-46. തുടർന്ന് ഇസ്രായേലിന് ദീബോൻ നഷ്ടപ്പെട്ടു. ഒമ്രി വീണ്ടെടുത്തെങ്കിലും മോവാബ്യ രാജാവായ മേശ ദീബോൻ തിരികെ പിടിച്ചു. മോവാബ്യ ശിലയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട്. ദീബോന്റെ നാശത്തെക്കുറിച്ച് യെശയ്യാവും 15:2, യിരെമ്യാവും 48:18-22 പ്രവചിച്ചിട്ടുണ്ട്. ഇവർ ഇരുവരും ദീബോനെ മോവാബ്യ പട്ടണമായി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്.